ഇന്നൊരു ദിവസത്തെ എൻ്റെ സന്ധ്യാസമയം തൊട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. ഞാനങ്ങനെ വീഡിയോ എടുത്തിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരാൾ വന്നിരുന്നത്. കുറച്ചു നേരം ഇരുന്നിട്ട് പതുക്കെ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്ക് വന്നു. രാത്രി അമ്മയ്ക്ക് കഴിക്കാൻ ഗോതമ്പിലെ ആഹാരമാണ് കൊടുക്കാറ്. ഈ അമ്മമാർ അടുക്കളയിൽ നിൽക്കുമ്പോൾ കുട്ടികൾ വന്ന് ഞാൻ സഹായിക്കാന്ന് പറയുന്ന പോലെ ഞാനെല്ലാം ചെയ്തോളാം, നീ കണ്ടു നിന്നാ മതി എന്ന് പറഞ്ഞ അമ്മ അവസാനം തോറ്റ് പിന്മാറേണ്ടി വന്നു. അങ്ങനെ ഇപ്പൊ അമ്മയ്ക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ കല്യാണിക്കും ലേവയ്ക്കും രാത്രിയിലുള്ള ഫുഡും കൊടുത്തു. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ അടുത്ത ജോലിയിലേക്ക് കയറി. അമ്മയ്ക്കാണെങ്കിൽ ആഹാരം കൊടുക്കുന്നതിന് മുന്നേ ഷുഗർ ടെസ്റ്റ് ചെയ്യണം. അതിനിടയിലാണ് കല്യാണിയെ കടിക്കാനായിട്ട് ഒരു കള്ള പൂച്ച വന്നത്. കല്യാണിയുടെ പരാതി കേട്ടിട്ട് ഞാനും കല്യാണിയും കൂടെ തിരക്കി ഇറങ്ങി. പക്ഷെ പൂച്ച വന്നിടത്ത് ഒരു പൂട പോലും കണ്ടില്ല. എനിക്ക് വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ വീട്ടിലെ ഇത്രയും ജോലികൾ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഈ എല്ലാ ജോലികളും തീർത്തിട്ട് ഞാനൊരു സിനിമയ്ക്ക് പോവുകയാണ്. എന്റെ ഗെറ്റ് റെഡി എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ്. അമ്മയും അച്ഛനെയും റൂമിലോട്ടാക്കിയിട്ട് വേണം ഇനി കതവും പൂട്ടി ഇറങ്ങാൻ. രാത്രി 9:30 ഷോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അതും നമ്മുടെ ഡ്രീംസ് തിയേറ്ററിൽ. പൊതുവേ ഞാൻ സിനിമ തുടങ്ങുമ്പോഴാണ് തിയേറ്ററിൽ എത്തുന്നത്. പക്ഷെ ഇത്തവണ ഞാൻ നേരത്തെ എത്തി. ഞാൻ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിരുന്നു പോയതാണ് കാന്താരയുടെ ഫസ്റ്റ് പാർട്ട്. അപ്പൊ പിന്നെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയാൽ കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഈ തിയേറ്ററിൽ ചെല്ലുമ്പോഴാണ് പോപ്കോണിന്റെ പ്രാധാന്യം ഇത്രയും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സിനിമ കാണാൻ വന്ന ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും ഓരോ പോപ്കോണിന്റെ കവറുണ്ട്. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് കരുതി ഞാനും ഒന്ന് വാങ്ങി. പിന്നെ എന്റെ ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പട്ടാള മൂവിയാണ്. അത് നമ്മുടെ പഴയ ഗൗരി തിയേറ്ററിൽ വെച്ച്. അങ്ങനെ പോപ്കോൺ തിന്നുകൊണ്ടിരിക്കെ സിനിമ തുടങ്ങി. കാന്താരയുടെ സെക്കൻഡ് പാർട്ട് മസ്റ്റായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. പൊതുവെ പല പടങ്ങൾ കാണുമ്പോഴും ലാഗ് തോന്നുന്ന എനിക്ക് ഇവിടെ ഒട്ടും ലാഗ് തോന്നിയില്ല. കാന്താരയുടെ 2 പാർട്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാന്താരയുടെ ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. അങ്ങനെ സിനിമയും കണ്ട് വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് 12:30 മണി കഴിഞ്ഞു. ലൈഫിൽ ഒരു മാറ്റവും ഇല്ലാതെ ഒരേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും സിനിമയ്ക്കെങ്കിലും പോയില്ലെങ്കിൽ എന്ത് ജീവിതമാണ്. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്.